ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. കുമ്പളങ്ങ മോര് കറിയാണ്. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ മോര് കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഇളവൻ കുമ്പളങ്ങയില്ലേ, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇഷ്ടം അതേ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താലും മതി. എന്നാലും ആ ഒരു എരിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഞാനിതാ ഒരു 5 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളമാണ്. അപ്പം ഞാൻ ഈ ഒരു കുമ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം കുക്കറിലാണ് വെക്കുന്നതാണെങ്കിൽ ഇത്ര വെള്ളം ആവശ്യമില്ല. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഈ മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കാരണം കുക്കറിലാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത്ര വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. ഇനി ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 5 കുഞ്ഞുള്ളിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് നല്ല ജീരകമാണ്. 1 ടീസ്പൂണോളം നല്ല ജീരകം, അതായത് ചെറിയ ജീരകമില്ല, അതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വെന്ത ചോറില്ല, ഇതിലേക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു മുഴുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കിതാ ഞങ്ങളുടെ അടുപ്പിൽ വെച്ച കുമ്പളങ്ങ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴേക്കിതാ കുമ്പളങ്ങ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് കിട്ടിയാൽ ഇതിലേക്ക് ഞാനിത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഷാ അല്ലാഹ്, ഇതിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ഇതിനുണ്ട്, നല്ല പുളിപ്പുമുണ്ട്, നല്ല എരിവുമുണ്ട്. ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി അടുപ്പിലൊരു പാന് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കടുക് ചേർത്ത് കൊടുക്കൂല, ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്നൊന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല രുചിയുള്ള നല്ല സ്വാദോട് കൂടിയിട്ടുള്ള തൈര് കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കുള്ള ചോറിന് ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കുമ്പളങ്ങ കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.